പി സി ജോർജ് മെഡിക്കൽ കോളേജിലാണ്. ECGയിൽ വേരിയേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആശുപത്രിയിലായിരിക്കുന്നത്. പി സിയുടെ നീക്കം പോലീസ് മനസ്സിൽ കണ്ടപ്പോൾ പി സി മാനത്ത് കണ്ടു എന്നുള്ളതാണ്. മരുമകളെയും കൊണ്ട് നേരെ വന്ന് കോടതിയിൽ കീഴടങ്ങി. പി സിയെ കുരുക്കിയവരും ഒക്കെ ഇപ്പോൾ അകത്താകാൻ പോകുന്നു. കാരണം ഇവരൊക്കെ നേരത്തെ ഹിന്ദു ആചാരങ്ങളെ വെല്ലുവിളിച്ചവരും അധിക്ഷേപം നടത്തിയവരുമൊക്കെയാണ്. അപ്പോൾ അവർക്കെതിരെയും ഹിന്ദു സംഘടനകൾ നീങ്ങാനുള്ള തീരുമാനത്തിലാണ്. പി സിയെ പൂട്ടിയവരെ പൂട്ടാൻ തന്നെയാണ് മറ്റു പലരുടെയും തീരുമാനം. ഇക്കൂട്ടത്തിൽ ജനൻ ടിവിക്കും വിലങ്ങ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ പി സി ചെയ്തത് തെറ്റാണ്. പി സിയേക്കാൾ വലിയ മതസ്പർദ്ധ പരത്തിയവരൊക്കെ ഇല്ലേ? അവർക്കെതിരെ ഒന്നും ഒരു നടപടിയും സ്വീകരിക്കാതെ പി സിയെ മാത്രം ഇങ്ങനെ കൂട്ടിലടച്ചതിൻ്റെ വല്ല ആവശ്യകത ഉണ്ടോ? അല്ല, കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ പലപ്പോഴും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിക്കുന്നവർ, അതേപോലെ തന്നെ അഭിമുഖങ്ങൾ കൊടുക്കുന്നവർ ഒക്കെ ധാരാളമാണ്. അതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്, ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരുണ്ട്, ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരും ഇപ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ കേരളീയ സമൂഹം കൂടുതൽ ജാതി സ്പർദ്ധയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ജാതി പറയുക, ജാതിയുടെ പുറത്ത് അക്രമങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും സൃഷ്ടിക്കുക, ഇതിൻ്റെ ഒരു നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിൽ ഉള്ള സംഭാഷണങ്ങൾ വളരെ കൂടുതലായിട്ട് നമ്മൾ ടെലിവിഷൻ ചാനലുകളിൽ കേൾക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട്. പി സിയുടെ നമ്മുടെ ഒരു രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ അത് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന തഗ് ലൈഫ് എന്നാൽ പലരും അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. കാരണം നമ്മളുടെ സമൂഹം ഈ റെഡ് ടേപ്പിസത്തിൽപ്പെട്ട് വലയുമ്പോൾ അതിന് പൊളിക്കാനായിട്ട് ഒരു പി സി വേണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അത് അദ്ദേഹത്തെ ഒരു ഹീറോയിക് വർഷിപ്പിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ പി സി ആരാധകർ വളരെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ പി സി പറയുന്ന വാക്കുകളെ നമുക്ക് ഒരു കാരണവശാലും സാമാന്യമായിട്ടുള്ളൊരു സാമൂഹ്യ മാതൃകയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാനായിട്ട് പറ്റില്ല. ഒരിടക്കാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ KM മാണിയുടെ മരുമകളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പി സി ജോർജ്. KM മാണിയുടെ മരുമകൾ ക്യാൻസറിനെതിരായിട്ടുള്ള പ്രചാരണത്തിന് ഇറങ്ങിത്തിരിച്ച സമയത്ത് പി സി പറഞ്ഞ അവളുടെ മുലയെടുത്ത് കളഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് സ്ത്രീയെ മുലയുടെ പേരിൽ വലിയ തോതിൽ അപഹസിച്ച ഒരു മനുഷ്യനായിട്ട് ഇദ്ദേഹം മാറുകയും അതിനെതിരെ സ്ത്രീകളെല്ലാം മുന്നോട്ട് വരികയും ചെയ്ത് നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ട അവതാരകമാരായി വരുന്ന ടെലിവിഷൻ ചർച്ചകളിലൊക്കെ എപ്പോഴും പി സി ആവശ്യമാണ്. കാരണം പി സി ഉണ്ടെങ്കിലാണ് അതിന് റേറ്റിംഗ് ഉണ്ടാവുള്ളൂ എന്ന് കരുതി എല്ലാ ടെലിവിഷൻ ചാനലുകാരും പി സി വിളിച്ചിരുന്നു. പി സി അവിടെ ഇരുന്ന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊക്കെ പറയാനായിട്ട് തുടങ്ങും. അതിൽ ഏതെങ്കിലും അവതാരക, പ്രത്യേകിച്ച് ടെലിവിഷൻ രംഗത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള സ്ത്രീകൾ അവരെന്തെങ്കിലുമൊക്കെ ഇടപെട്ടാൽ ഉടനെ അവരെ വളരെ മോശമായിട്ട് അപഹസിക്കുന്ന സ്വഭാവം, എന്നുവെച്ചാൽ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും. ഇതൊക്കെ പലവട്ടം നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വേദികളിലൊക്കെ ചർച്ച ചെയ്താണ്. പക്ഷേ അതിങ്ങനെ പോയി അവസാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം വിരുദ്ധത വമിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗം അദ്ദേഹം നടത്തുകയും അദ്ദേഹം മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുകയും അവരെയൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറയുകയും ചെയ്ത ഒരു വാചകത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ പി സി അകത്തായത്. ഇപ്പോൾ പി സി അകത്തായി കഴിഞ്ഞാൽ വാർത്ത, പുറത്തായാൽ വാർത്ത, അതൊക്കെയാണ് പി സിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ അംഗീകാരം. പി സിയെ പിടിക്കുമ്പോൾ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഇതെല്ലതിനപ്പുറത്ത് ഉള്ള സംഭവങ്ങളും പി സി കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട പി സിയെ ഒതുക്കാൻ നിങ്ങൾക്കാവുമോ എന്ന് പറയുന്ന ചോദ്യമാണ് എല്ലാ മേഖലകളിലും ഉയർന്നത്. പി സിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ ഇതിനകത്തൊരു സമചിത്തതയോടുകൂടി നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിച്ചാൽ പി സി പറയുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എങ്കിലും പി സിക്ക് ഇങ്ങനെ ആരാധകരുണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മാധ്യമങ്ങളും അതേപോലെ തന്നെ അതിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ആളുകളൊക്കെ പി സി അതിശക്തമായിട്ട് എതിർക്കും. അപ്പോൾ ആളുകൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പി സി ഒരു ഭാഗത്ത്, മുസ്ലിം തീവ്രവാദികൾ മറുഭാഗത്ത്. അപ്പോൾ മുസ്ലിം തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്ന ഒരു ശബ്ദമായിട്ട് പി സി ശബ്ദം സ്വീകരിക്കപ്പെടുന്ന സമയത്ത് എനിക്കൊന്ന് ഹിന്ദുത്വവാദികളായ മുഴുവൻ ആളുകൾ പി സിയെ പ്രോത്സാഹിപ്പിക്കുകയും പി സിയെ സഹായിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് പി സിക്ക് അനുകൂലമായി ഞാൻ തന്നെ സംസാരിച്ചാൽ ഒരുപാട് ആളുകൾ ഇതിന് കൈയടിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്.
അത് ഇങ്ങനെയുള്ള ഒരു ബൈപ്പോളാർ പൊളിറ്റിക്കൽ പൊസിഷൻ്റെ പ്രശ്നമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം PC ഈ മുസ്ലിം തീവ്രവാദത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരാളായി മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഈ മുസ്ലിം തീവ്രവാദത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഹിന്ദു തീവ്രവാദവും അതിന് ഒപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകളും PC-ക്ക് ഒപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. PC അറസ്റ്റ് ചെയ്തു, റിമാൻഡിലായി. പക്ഷേ PC-ക്ക് വേണ്ടി വാദിക്കാൻ അവരെല്ലാം തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ഉടനെ PC-യെ പുറത്തിറക്കണം എന്ന് ആവശ്യപ്പെടുന്നതായിട്ടുള്ള മുദ്രാവാക്യം ശക്തമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ രാഷ്ട്രീയം ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് PC ഉപയോഗിക്കുന്നതായിട്ടുള്ള വാക്കുകളെന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിനകത്ത് ഉപയോഗിക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന കോടതിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് തെറ്റല്ല. കാരണം അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അന്തസ്സും അതേപോലെ നാഫിജാതിയൊക്കെ നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഏത് പാർട്ടിയിൽപ്പെട്ട ആളായാലും ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും പൊതുവേദിയിൽ സംസാരിക്കുന്ന സമയത്ത് അവർ കാണിക്കേണ്ടതായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങളിൽ നിന്ന് അവർ തെന്നിപ്പോയാൽ അത് തിരുത്തണം. അവരെ ആ നിയന്ത്രണക്കകത്ത് നിർത്തണം. അവരുടെ സംഭാഷണം അവർക്ക് എന്ത് രാഷ്ട്രീയം വേണമെങ്കിലും പുലർത്താം, അവർക്ക് ഏത് മതത്തിൻ്റെ വക്താക്കളായിട്ട് മാറാം. പക്ഷേ അവരൊരിക്കലും പൊതുവേദിയിൽ അങ്ങനെയുള്ള സംഭാഷണങ്ങൾ നടത്തുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ചാനലിൻ്റെ റേറ്റിംഗ് കൂടാനായി ചർച്ചകളുടെ റേറ്റിംഗ് കൂടാനായി PC-യെ വിളിച്ചിരുത്തുന്നവരുണ്ട്. ഈ അടുത്ത കാലത്ത് കുറേ നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയതാണ് മാതൃഭൂമി ചാനലിൽ വേണു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പിന്നെ അവതാരകനോടൊപ്പം PC ചർച്ചയിലിരുന്നപ്പോൾ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് ഇങ്ങനെയാണ് PC-യെക്കുറിച്ച് പറയുന്നത്, അവൻ്റെ തന്തയായിരിക്കും മാനസിക രോഗി എന്ന് പറഞ്ഞുകൊണ്ട് PC സംസാരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ഗസ്റ്റുകളും ഈ അവതാരകനടക്കം ചിരിച്ച് തള്ളുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒരാളെ പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിക്കുമ്പോഴും അത് കട്ട് ചെയ്ത് അവരുടെ ചാനലിലൂടെ അത് പ്രചരിപ്പിക്കുക, അതുവഴി അവർക്ക് റേറ്റിംഗ് കിട്ടുക, അതുവഴി പൈസ കിട്ടുക, ഇത് തന്നെയാണ്. അപ്പോൾ ഈ ചാനലുകാർ ഇപ്പോൾ ഇവിടെ തന്നെ വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കിയപ്പോഴാണ്, അവതാരകൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനം വന്നപ്പോഴാണ് PC ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത്. അപ്പോൾ അത്തരത്തിൽ ചാനൽ വിളിക്കുന്ന അവതാരകർക്കും ഇതിൽ അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെയും കേസ് എടുക്കണം. അവരല്ലേ ഒന്നാം പ്രതി, കാരണം അവരല്ലേ ഈ പ്രകോപിപ്പിക്കുന്നത്. അല്ല, ഈ ടെലിവിഷൻ്റെയൊക്കെ ഒരു സ്ഥിതി വളരെ പരിതാപകരമാണ്, നമുക്കറിയാം. കാരണം ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നതായിട്ടുള്ള ഗസ്റ്റുകൾ അവർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് അവരെ പ്രകോപിപ്പിച്ച് അവരെ വൈകാരികമായിട്ട് പ്രതികരിപ്പിച്ച് റേറ്റിംഗ് കൂടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചാനലിൻ്റെ ഉടമയ്ക്കും ആ ഉടമ പറയുന്നതനുസരിച്ച് ചാനലിൻ്റെ അവതാരകർക്കും ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് ഭാഷയിൽ നിങ്ങൾ സംസാരിച്ചു എന്നാണ്. ഞങ്ങൾക്ക് ആദ്യം ടെലിവിഷനിൽ ചർച്ചയിൽ പങ്കെടുക്കാനൊക്കെ പോയിരുന്ന കാലത്ത് മോശമായൊരു വാക്ക് നമ്മളുടെ ഭാഗത്ത് നിന്ന് വന്നാൽ പിന്നെ അവരെ അടുത്ത ദിവസം നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കില്ല, നമ്മളെ കട്ട് ചെയ്ത് കളയും. 1 മാസമോ 2 മാസമോ നമ്മളെ ഒരു കാരണവശാലും ചർച്ചയ്ക്ക് വിളിക്കും. ദൂരദർശനിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ദൂരദർശനൊന്നും ഒരു അനാവശ്യമാക്കി ഇപ്പോഴും പറയാൻ അവർ അനുവദിക്കില്ല. അല്ല, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള ഭാഷകൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി നിന്നുകൊടുക്കുക. അവർക്കെതിരെ തീർച്ചയായിട്ടും കേസെടുക്കേണ്ടതാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നു. അവരൊരിക്കലും ചെയ്യുമായിരുന്നില്ല. വളരെ മാന്യമായി സംസാരിക്കുന്ന ആളുകളെ മാത്രമാണ് അവർ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നത്. അവർ കൃത്യമായിട്ട് സംസാരിക്കുകയും ആ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് കണ്ടൻറ് ഉണ്ടാകുകയും ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ടെലിവിഷൻ ഡിസ്കഷന് നേരത്തെ ക്ഷണം കിട്ടുമായിരുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് പോയി, അത് സമ്പൂർണ്ണമായിട്ട് പോയി. ടെലിവിഷൻ ഡിസ്കഷനിൽ ഇപ്പോൾ വരുന്ന ആളുകളുടെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഏതർത്ഥത്തിൽ? മാന്യമായി സംസാരിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ സബ്ജക്റ്റ് എക്സ്പെർട്ടുകൾ, ആരെ ഇവർ വിളിച്ചിരുത്തി സംസാരിപ്പിക്കുന്ന സബ്ജക്റ്റ് എക്സ്പെർട്ടുകളെ, ഇപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയം നന്നായിട്ട് അറിയാവുന്ന അതിൻ്റെ വിശകലനം നടത്തുന്നതായിട്ടുള്ള വ്യക്തികളെ വിളിച്ചിരുന്നു. അതാണ് സബ്ജക്റ്റ് എക്സ്പെർട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശാസ്ത്ര ലോകത്തെക്കുറിച്ചൊരു വിഷയം സംസാരിക്കുന്ന സമയത്ത് അവർ ശാസ്ത്ര ലോകത്ത് അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ വിളിച്ചിരുന്നു. സാമൂഹ്യ മേഖലയിൽ സോഷ്യൽ സെറ്റപ്പിലൊക്കെ വരുന്ന മാറ്റങ്ങൾ, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ അപ്പോൾ സൈക്കോളജിസ്റ്റുകളെ വിളിച്ചിരുത്താണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി എല്ലാ ചർച്ചയ്ക്കും അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ വിളിച്ചിരുത്തുകയാണ് ചെയ്യുന്നത്. ഒരു വിഷയം തന്നെ, ഈ ആകാശത്തിന് താഴെയുള്ള ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഭൂമുഖത്തുണ്ട്. അവർ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയ്ക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി PC ജോർജിനെ പോലെയുള്ള ആയിട്ടുള്ള ആളുകൾ വിളിച്ചിരുത്തി ചീത്ത വിളിപ്പിക്കും.
ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളെ എവിടെയെങ്കിലുമൊക്കെ ചൊറിഞ്ഞും മാന്തിയും അയാളെ കൊണ്ട് മോശമായിട്ടുള്ള ഭാഷയിൽ സംസാരിപ്പിക്കും. എന്നിട്ട് ആ സംസാരിച്ച് വരുന്ന ആ ഒരു റീൽ അവർ കട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് കാശുണ്ടാക്കും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് പണമുണ്ടാക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്ന തരത്തിലേക്ക് മാറുമ്പോൾ നമുക്കതിനൊരിക്കലും ന്യായീകരിച്ച് സംസാരിക്കാനായിട്ട് പറ്റില്ല. അത് ശരിയല്ല. PC ഒരു ക്രിസ്ത്യാനി കൂടി ആയതുകൊണ്ട്, BJP ക്രിസ്ത്യാനിക്കാരനും ആയതുകൊണ്ടാണ് PC എങ്ങനെ നിരന്തരം വേട്ടയാടുന്നത്? അല്ല, PC ഇപ്പോഴല്ലേ BJPയിലേക്ക് വന്നത്. നേരത്തെ PC ആയിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്തും അദ്ദേഹത്തിന് ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. BJPയിലേക്ക് വന്ന സമയത്തും ഇത്തരം പ്രശ്നങ്ങൾ വന്നിരിക്കുക. അപ്പോൾ BJPയുടെ ഞാൻ ഒരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ നടത്തിയൊരു നിരീക്ഷണം ഇതാണ്. BJP വളരെയധികം PC ജോർജിനെയും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജിനെയും അവർക്കൊപ്പം നിൽക്കാനും അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PC ജോർജ് വരും എന്ന് പറയുന്ന ഒരു അത്തരത്തിലൊരു നിഗമനം ആ ചർച്ചയ്ക്കകത്ത് വന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം അതിനുള്ള സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. കാരണം PC ജോർജ് വൈസ് പ്രസിഡൻ്റായി കഴിഞ്ഞാൽ PC ജോർജ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ സംഭാഷണങ്ങളും, എല്ലാ ചർച്ചകളും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം BJP ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. കാരണം BJPയുടെ വൈസ് പ്രസിഡൻ്റാണ്. അത് ഇങ്ങനെയാണ് അദ്ദേഹം സംസാരിച്ച് പോകുന്നതെങ്കിൽ BJPക്ക് അത് ഗുണകരമായിരിക്കില്ല. അതുകൊണ്ട് BJP അദ്ദേഹത്തെ വൈസ് പ്രസിഡൻ്റ് ആക്കില്ല എന്ന ഒരു നിലപാടാണ് ഞാൻ ആ ചർച്ചയിലെടുത്തത്. അപ്പോൾ PC ജോർജിനെ വളരെയധികം ആരാധകരുണ്ട്, അംഗീകാരമുണ്ട്. അദ്ദേഹം റെഡ് ടേപ്പിസത്തിനെതിരായിട്ടുള്ള നല്ല പോരാട്ടം നടത്തുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം നടത്തുന്ന ഇത്തരത്തിലുള്ള ഭാഷണങ്ങളും എന്ന് പറയുന്നത്, നമ്മൾ ഈ സുഭാഷിതം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് റേഡിയോയിൽ, ഞാൻ അതിലേക്ക് പലപ്പോഴും പങ്കെടുത്തിട്ടുള്ളതാണ്. അസലായി വളരെ മനോഹരം, സുന്ദരം, അങ്ങനെയുള്ള ഭാഷയിൽ മാത്രമേ നമുക്ക് അതിനകത്ത് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം അത് നല്ല ഭാഷയിലുള്ള സംഭാഷണങ്ങൾ തന്നെയാണ്. ആ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് നല്ല ഭാഷയിലുള്ള സംഭാഷണമാണ് സമൂഹത്തിന് എപ്പോഴും സ്വീകാര്യമായിട്ടുള്ളത്. PC അങ്ങനെ മാറട്ടെ, നല്ല രീതിയിൽ സംസാരിക്കട്ടെ, PC യുടെ ആരാധകരും അതിനനുസരിച്ചിട്ട് പെരുകട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്.